നീണ്ട 47 വർഷങ്ങൾക്കിപ്പുറം ഇറാനും അമേരിക്കയും തമ്മിൽ നേരിട്ടുള്ള ചർച്ചയ്ക്ക് വേദിയായി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദ് 2 മണിക്കൂർ നീണ്ടുനിന്ന നേരിട്ടുള്ള ചർച്ച രാത്രി ഭക്ഷണത്തിന് പിന്നാലെ പുനരാരംഭിച്ചു. ഹോർമുസിലെ നിയന്ത്രണം നീക്കുന്നത് സംബന്ധിച്ചാണ് മുഖ്യ ചർച്ച. കപ്പൽ പാതയ്ക്ക് മേൽ നിയന്ത്രണം തുടരുമെന്നും കപ്പലുകൾക്ക് ചുങ്കം ഏർപ്പെടുത്തുമെന്നും ഇറാൻ അറിയിച്ചെങ്കിലും അമേരിക്ക എതിർപ്പ് പ്രകടിപ്പിച്ചുവെന്ന് ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ലബനാൻ യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കൾ കൈമാറുക എന്നീ വിഷയങ്ങളിൽ അമേരിക്ക അനുഭാവ നിലപാട് സ്വീകരിക്കും. യുറേനിയം സമ്പുഷ്ടീകരണം, ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിൽ ഇന്ന് രാത്രി ചർച്ച നടക്കും. പുരോഗതിയുണ്ടെങ്കിൽ ചർച്ച നാളെയും തുടരും എന്നാണ് റിപ്പോർട്ട്. ഹോർമുസ് ഉടൻ തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. എത്രയും വേഗം ഒരു കരാർ രൂപപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് മധ്യസ്ഥ രാജ്യമായ പാകിസ്ഥാനും. MCA നാസർ ചേരുകയാണ് വിവരങ്ങളുമായി. MCA, വളരെ സുപ്രധാനമായ സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. മനസ്സിലാക്കിയിടത്തോളം ഒരു പക്ഷേ ആദ്യഘട്ട ചർച്ച അത് വിജയകരമായി തന്നെ മുന്നോട്ട് പോയി എന്നാണ്. അതിനുശേഷം ഇപ്പോൾ രാത്രി ഭക്ഷണത്തിനായി പിരിഞ്ഞു. അതിനുശേഷം വീണ്ടും ചർച്ച പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. 2 കാര്യങ്ങളിൽ തീരുമാനമായി എന്നുള്ള സൂചനകൾ വരുന്നു. അതിലൊന്ന്, ഇറാന്റെ മരവിപ്പിച്ചിരിക്കുന്ന ആസ്തികൾ അത് വിട്ടു നൽകാനുള്ള തീരുമാനം അമേരിക്ക എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചു എന്നുള്ളത്. അതോടൊപ്പം തന്നെ ലബനാന് നേരെയുള്ള തുടരാക്രമണങ്ങൾ നിർത്തിവെക്കാനുള്ള സാധ്യതകളും അതിനോടും അനുഭാവത്തോടു കൂടി തന്നെ അമേരിക്ക പ്രതികരിക്കുന്നു എന്നുള്ളത്. ഏതൊക്കെ വിഷയങ്ങളിലാണ് ഇറാൻ അയയുന്നത്? ഒപ്പം തന്നെ മധ്യസ്ഥ രാജ്യങ്ങളുടെ കാത്തിരിപ്പ് എങ്ങനെയാണ്? ഇസ്ലാമാബാദിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? MCA മഹേഷ്, എന്തൊക്കെ പറഞ്ഞാലും വലിയ നിർണായകമായിട്ടുള്ളൊരു മുന്നേറ്റം തന്നെയാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഉച്ചവരെ ഒരു അനിശ്ചിതത്വം നിലനിന്നിരുന്നു. കാരണം ചർച്ചയിൽ നിന്ന് ഇറാൻ ആ സ്വഭാവത്തിൽ തങ്ങളുടെ 2 മുന്നുപാധികൾ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ചർച്ച ഇറാൻ ബഹിഷ്കരിച്ചേക്കുമെന്ന് വരെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ട് ആദ്യം ഇറാൻ സംഘം ചർച്ച നടത്തുന്നു. തുടർന്ന് JD വാൻസ്, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായിട്ടും ഷഹബാസ് ഷെരീഫിന്റെ ചർച്ച നടക്കുന്നു. തുടർന്നാണ് ഒട്ടും ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ നേരിട്ടുള്ള ചർച്ചയിലേക്ക് കടക്കാനുള്ള ഒരു തീരുമാനമുണ്ടായത്. 2 മണിക്കൂർ നേരമാണ് സാങ്കേതിക സ്വഭാവത്തിലുള്ള വിഷയങ്ങൾ സംബന്ധിച്ച ചർച്ച പൂർത്തീകരിച്ചത്. തുടർന്ന് രാത്രി ഭക്ഷണത്തിന് പിരിയുകയും 2ാം ഘട്ട ചർച്ചകൾ നടക്കുകയും ചെയ്തു. അല്പം മുമ്പ് ഈ ചർച്ചയും അവസാനിച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇസ്ലാമാബാദിൽ നിന്ന് പുറത്തു വരുന്നത്. 3ാം വട്ട ചർച്ച ഇന്ന് രാത്രി തന്നെ നടക്കുമെന്ന റിപ്പോർട്ടുകൾ കൂടിയാണ് വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ നൽകുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ 3ാം വട്ട ചർച്ചയോടുകൂടി ഒരു കൃത്യതയിൽ എത്താൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ മധ്യസ്ഥ രാജ്യങ്ങളും അതോടൊപ്പം തന്നെ അമേരിക്കയും ഇറാനും ഒക്കെ ലക്ഷ്യമിടുന്നത്. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ, ചർച്ചയിൽ പുരോഗതി ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചർച്ച നാളേക്ക് നീട്ടണം. നാളത്തോടു കൂടിയെങ്കിലും ഒരു കരാറിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാധ്യത രൂപപ്പെടുത്തണം എന്നാണ് അമേരിക്കയും അതോടൊപ്പം തന്നെ ഇറാനും ആഗ്രഹിക്കുന്നത്. മധ്യസ്ഥ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനും ഏറെക്കുറെ അതേ നിലപാടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ചർച്ച ഇതുവരെ എത്ര കണ്ട് വിജയിച്ചു, ഈ നിലപാടുകളിൽ നിന്ന് ഏതൊക്കെ രാജ്യങ്ങൾ ഏതൊക്കെ വിഷയത്തിൽ പിറകോട്ട് പോയി എന്നത് സംബന്ധിച്ച ഒരു കൃത്യമായിട്ടുള്ള വിശദീകരണം നൽകാൻ സമയമായിട്ടില്ല. കാരണം 2 രാജ്യങ്ങളുടെയും ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം പുറത്തു വന്നിട്ടില്ല. ലഭ്യമായ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇറാൻ ആവശ്യപ്പെട്ട ഒരു മുന്നുപാധി പൂർണ്ണമായിട്ടും ഇപ്പോൾ അമേരിക്ക അംഗീകരിച്ചതായിട്ട് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. തങ്ങളുടെ ഉപരോധത്തിന്റെ പശ്ചാത്തലത്തിൽ പിടിച്ചുവെച്ച ഏതാണ്ട് $6 ബില്യൺ വരുന്ന തുക, അതായത് ഇന്ത്യൻ രൂപയിലേക്ക് മാറ്റുമ്പോൾ 50,000 കോടി രൂപ, ഇത് 2018 ഈ ഏകപക്ഷീയമായി തന്നെ അമേരിക്ക ഈ കരാറിൽ നിന്ന് പിൻവലിഞ്ഞതോടുകൂടിയാണ് സൗത്ത് കൊറിയക്ക് എണ്ണ വിറ്റ വകയിലുള്ള പണമാണ്. അത് ന്യായമായിട്ടും ഇറാന് കിട്ടേണ്ട തുകയാണ്. പക്ഷേ അത് സൗത്ത് കൊറിയയിലെ വിവിധ ബാങ്കുകളിലായിരുന്നു ആ പണം ഉണ്ടായിരുന്നത്. പിന്നീട് ആ പണം ഖത്തറിലെ ബാങ്കിലേക്ക് മാറ്റി. ആ ഖത്തറിലെ ബാങ്കിൽ നിലനിൽക്കുന്ന ആ പണം ഏത് നിമിഷവും ഇപ്പോൾ ഇറാന് ലഭിക്കും എന്ന ഒരു തീർപ്പ് വന്നിരിക്കുന്നു. കാരണം ഉപരോധത്തിന്റെ ഇളവുകൾ നൽകി ആ തുക എത്രയും പെട്ടെന്ന് ഇറാന് ലഭ്യമാക്കാൻ അമേരിക്ക പച്ചക്കൊടി കാട്ടിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതേസമയം 2ാമത്തെ മുന്നുപാധിയായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചത് ലബനാനിലെ യുദ്ധം തീർക്കുന്നതും നിലവിലുള്ള ഇറാൻ അമേരിക്ക വെടിനിർത്തൽ കരാറിന്റെ ഭാഗമാക്കണമെന്നാണ്. പക്ഷെ അക്കാര്യത്തിൽ ഒരു വ്യക്തതയിലും പൂർണ്ണതയിലും എത്തിയിട്ടില്ല. പക്ഷെ അവിടെ ആക്രമണത്തിന്റെ തോത് ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനും സൈനിക മേധാവിക്കും താൻ നിർദ്ദേശം നൽകിയെന്ന ട്രംപിന്റെ ഒരു സന്ദേശം ഔദ്യോഗികമായി തന്നെ ഇറാൻ സംഘത്തെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വലിയ
തോതിലുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടാവുകയില്ല. പക്ഷേ ആ വെടിനിർത്തൽ എന്ന കാര്യം അത് പിന്നീട് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അറിയിച്ചത്. ഇതിൽ ഏറെക്കുറെ ഇറാൻ തൃപ്തരായിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇനിയുള്ളത് 15-ന് അമേരിക്ക മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും 10-ന് ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും. അതിൽ എത്ര കണ്ട് ഇനി മുന്നോട്ട് പോകുമെന്നതായിരിക്കും ഈ ചർച്ച ഒരു കരാറിലേക്ക് എത്തിച്ചേരുമോ എന്ന ചോദ്യത്തിനുള്ള തൃപ്തികരമായിട്ടുള്ള ഉത്തരം നൽകുന്ന ഘടകം.